ഭഗീരഥൻ സാക്ഷി, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾക്ക് ജയിക്കണം, ജയിച്ചേ പറ്റൂ. എന്തൊരു വരവാണ്! കയ്യിൽ ഒരു ഇന്ദ്രധനുസുമായി സറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ. 1-ാം ട്രാക്കിൽ നിരണം, 2-ൽ വിയപുരം, 3-ൽ മേൽപ്പാടം. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കടന്നു വരുമ്പോൾ ആര് ജയിക്കും? ആർപ്പുവിളികൾ മുഴങ്ങുന്നു, ആരവങ്ങൾ മുഴങ്ങുന്നു. അയ്യോ, കാറൊഴിയുകയാണ് കൈനഗരിയിൽ, കോളൊഴിയുകയാണ് കൈനൊഴിയിൽ, കാറ്റൊഴിഞ്ഞു നിൽക്കുകയാണ് കൈനഗരിയിൽ. കാരണം മേലെ മേലെ മേഘപാളിയിൽ ഒരു മിന്നലോടെ. 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളാത്തുരുത്തി തുഴയുന്ന മേൽപ്പാടം, VBC കൈനഗിരി തുഴയുന്ന വിയപുരം, നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ എന്നിവരാണ് ഫൈനലിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ആരാകും വിജയ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യം അതിപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യഭംഗിയിൽ 3 വള്ളങ്ങൾ ഒരുപോലെ ഒത്തൊരുമിച്ച് താളത്തോടുകൂടി തുഴയുന്നു. ആരായിരിക്കും ഫൈനൽ വിജയിയായി മാറുക എന്നറിയാനുള്ള ആകാംക്ഷ അതേറിയേറി വരുന്നു. ഇരു കരകളിലും ഇരുന്ന് ആവേശം മുടക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. ഒപ്പം തന്നെ ആവേശം അത് ഈ തുഴച്ചിൽക്കാരിലേക്കും എത്തുന്നു. അവർ പരമാവധി വേഗത്തിൽ തുഴഞ്ഞ് ആ ഫിനിഷിംഗ് ലൈനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ തത്സമയം കാണാം. അതിലേക്ക് പറന്നിറങ്ങിയ പരുന്തും പതുങ്ങി നിന്ന പുൽത്തകിടിയും പാഞ്ഞെടുത്ത കടുവയും മതമിളകിയ ഒറ്റയാനും പകച്ചു നിൽക്കുകയാണ്. ബിക്കോസ് ഈ ഗ്രാൻഡ് ഫിനാലയിൽ 3 ചക്രവർത്തിമാർ തുഴഞ്ഞെടുക്കുകയാണ്. If there is a heaven in the world, that is കൈനഗരി. ഇന്ന് ഭൂമിയിലെ സ്വർഗമത് കൈനഗരിയായി മാറ്റപ്പെടുകയാണ്. മേൽപ്പാളത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇടിച്ചുകുത്തി വരുമോ, അതോ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി തന്റെ കരുത്ത് കാട്ടുമോ? വരുൺ ശർമ്മയും കനീഷും സൂരജുമത തുഴവരുക്കുകയാണ്. മനോജ് മത്തുതങ്ങൾ തന്റെ താളം കുത്തുകയാണ്. വിനോദ് പവിത്രൻ തന്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. അതോ അരുൺ വെള്ളംകുളങ്ങരയും ബൈജു കുട്ടനാടും രാജീവ് കുമരകവും ചരിത്രം തിരുത്തി എഴുതുമോ? നിരണത്തിന്റെ അജീഷ് കുമരകം കൂടെ പിടിക്കുകയാണ്. അത് കാത്തോത്സരമാണ്. മേൽപ്പാടം, വിയപുരം, ഒപ്പമത, നിരണം. ഓവർ ടു ജോളിയെതിരെ. കൊല്ലാൻ അവർ ശ്രമിക്കും, ചാകാതിരിക്കാൻ ഞങ്ങളും, തോൽക്കുവാൻ അവർ ശ്രമിക്കും, തോൽക്കാതിരിക്കുവാനും ഞങ്ങൾ നോക്കും. ഇതാണ് ഇന്നിവിടെ സംഭവിക്കുന്നത്. നിരണവും വിയപുരവും മേൽപ്പാടവും. 1-ൽ നിരണം, 2-ൽ വിയപുരം, 3-ൽ മേൽപ്പാടം. അയ്യടാ പോയടാ, 1-ലെ നിരണം, 2-ലെ വിയപുരം, 3-ലെ മേൽപ്പാടം. മേൽപ്പാടവും വിയപുരവും നിരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. ആര് വിജയിച്ചു? ആര് ജയിച്ചു? ആരാണ് ഇവിടെ ജേതാക്കള്? ആര് കടന്നു പോകുന്നു? ജഡ്ജസ് ആണ് ഔദ്യോഗികമായി കടന്നു പറയേണ്ടത്, വിധി പറയേണ്ടത്. ഏതായാലും 1-ാം ട്രാക്കിൽ മത്സരിച്ചത് നിരണം ബോട്ട് ക്ലബ്ബ് വൈറ്റ് വാട്ടർ കിങ് KG എബ്രഹാം, രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റൻ. 2-ാം ട്രാക്കിൽ വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് പ്രൈഡ് ജേഴ്സേഴ്സ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ക്യാപ്റ്റൻ ജോസ് പുതിയാറ, ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്. മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ട്രോപ്പിക്കൽ ടൈറ്റൻസ് വിനോദ് തോപ്പില്, ലീഡിംഗ് ക്യാപ്റ്റൻ മനോജ് പത്തുതെങ്ങല്. അങ്ങനെ ആവേശകരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസൺ 5-ലെ ആദ്യ മത്സരം അവസാനിക്കുന്നു. ആവേശകരമായ പോരാട്ടമായിരുന്നു ഇവിടെ കണ്ടത്. നിരണവും വിയപുരവും മേൽപ്പാടവും. കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഹരിപ്പാട്. 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഫൈനലിൽ ഇപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചത് വിയപുരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാടി അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അവസാന ഫൈനലിൽ കണ്ടത് നമ്മൾ. വിയപുരം വിജയികളായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.